സ്വാഗതം. സയന ടാരോക്കാർഡ് റീഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് സന്ദേശമാണ് താങ്കളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. ന്യൂമറോളജി കാർഡാണ് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് ഊർജ്ജമാണ് ഇപ്പോൾ റിലീസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് എന്ത് ഊർജ്ജമാണ് ഇപ്പോൾ സ്വീകരിക്കേണ്ടത്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് എന്ത് കാര്യമാണെന്ന് ഉറങ്ങുന്നതിനേക്കാളും മുമ്പ് ചിന്തിച്ച് കിടന്നുറങ്ങേണ്ടതെന്നാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ഊർജ്ജമാണ് റിലീസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് വിൻ വിൻ ഔട്ട്കം ഈസ് ഫോർകാസ്റ്റ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. ഫുൾ മൂൺ ഇൻ ലിബ്ര എന്ന് പറയുന്ന ഒരു കാർഡാണ്. അതായത് നാം ജീവിതത്തിൽ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതോ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് രണ്ടുപേർക്കും തുല്യമായിട്ടൊരു വിജയം വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മളോട് പറയുന്നത് വെച്ചാൽ അതിനുള്ള സാധ്യത കുറവാണ്. ആ ഒരു ചിന്ത ഒഴിവാക്കൂ എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കിത് അറിയുന്ന കാര്യം തന്നെ ആയിരിക്കാം, പക്ഷേ നമ്മുടെ മനസ്സ് സമ്മതിക്കാത്തതാണ്. അപ്പോൾ നമ്മളോട് ഇന്ന് യൂണിവേഴ്സ് പറയുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഒരു വിൻ വിൻ ഔട്ട്കം എന്ന് പറയുന്ന ചിന്ത തൽക്കാലം ഉപേക്ഷിക്കാനാണ് പറയുന്നത്. പകരം എന്ത് ചെയ്യണം എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. അവർ പറയുന്നത് ബി ബോൾഡ് ആൻഡ് മേക്ക് ദ ഫസ്റ്റ് മൂവ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എടുക്കേണ്ട എംബ്രേസ് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുകയാണ്, ജീവിതത്തിൽ മൂവ്മെൻറ്റ് ഒന്നും നടക്കുന്നില്ല. നമ്മളിങ്ങനെ വിചാരിക്കണം ഒരു ദിവസം ശരിയാവും, ഒരു ദിവസം ശരിയാവുന്നു. അങ്ങനെ ഉള്ള ഒരു ഊർജ്ജം കളഞ്ഞിട്ട് നമ്മളോട് യൂണിവേഴ്സ് എന്ന് പറയുന്നത്, ഏഞ്ചൽസ് പറയുന്നത് ബി ബോൾഡ് എന്ന് പറഞ്ഞാൽ താങ്കൾക്കറിയാം എന്തായാലും ബോൾഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ശക്തനായിട്ടൊരു തീരുമാനം എടുക്കാനാണ് പറയുന്നത്. ഉറച്ചൊരുതോടുകൂടി ധൈര്യശാലിയാകും എന്നുള്ളതാണ്. മേക്ക് ദ ഫസ്റ്റ് മൂവ്, അതായത് ആദ്യത്തെ ഒരു മൂവ് താങ്കളുടെ ഭാഗത്ത് വരട്ടെ. അപ്പോൾ എന്ത് സിറ്റുവേഷനിലാണ് സ്റ്റക്കായി നിൽക്കുന്നതെങ്കിലും താങ്കളാണ് ആദ്യത്തെ ഇത് എടുക്കേണ്ടതെന്നാണ് ഇന്ന് നൽകുന്ന സന്ദേശം. ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്താ ആലോചിച്ച് കിടന്ന് ഉറങ്ങണം എന്നുള്ളതാണ്. ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളോട് ദി ആൻസേഴ്സ് ആർ കമ്മിങ് എന്ന് പറയുന്ന കാർഡാണ്. ഫുൾ മൂൺ ഇൻ ജെമിനി എന്ന് പറയും. വളരെ പോസിറ്റീവായിട്ട് കാർഡാണ്. നമുക്ക് 2 വനിതകളെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഓർത്താണ് ഉറങ്ങാറ്. അതൊരിക്കലും പാടില്ല. വളരെ പോസിറ്റീവായിട്ടും എപ്പോഴും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ആലോചിച്ച് കിടന്ന് ഉറങ്ങണമെന്ന് പറയും. കാരണം വെച്ചാൽ ഉറങ്ങുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മളത് ഉറങ്ങുന്നതിനേക്കാളും മുമ്പ് നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ, നെഗറ്റീവായിട്ട് കാര്യങ്ങൾ, ഫിനാൻഷ്യൽ ഇത്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ അതിനോട് പറഞ്ഞാൽ അത് അതേ രാത്രിയിൽ നിന്ന് മാനിഫെസ്റ്റ് ചെയ്യുള്ളൂ. പകരം നമ്മൾ അതിനോട് പോസിറ്റീവായിട്ടുള്ള എനർജി, അതായത് നമുക്ക് വേണ്ട ഉത്തരങ്ങൾ വരുന്നു, നമുക്ക് പ്രശ്നങ്ങൾ ഇത് മാറും. അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഐഡിയൽ ആയിട്ടുള്ളത് എപ്പോഴും സ്വപ്നം കണ്ടാണ് ഉറങ്ങാൻ പറയും. വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്, സ്പെഷ്യലി ഉറങ്ങുന്നതിനേക്കാളും മുമ്പ്. അപ്പോൾ ഇന്ന് ഉറങ്ങുന്നതിനേക്കാളും മുമ്പ് താങ്കൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം എന്താണെന്ന് ഒരു 2 മിനിറ്റ് മനസ്സിലാലോചിക്കുക. എന്നിട്ട് അത് ഓർത്ത് കിടന്നുറങ്ങുക. അപ്പോൾ ഉറക്കത്തിലെ സബ് കോൺഷ്യസ് മൈൻഡ് മാനിഫെസ്റ്റ് ചെയ്യും. അതുതന്നെയാണ് ഇതും പറയുന്നത്. താങ്കൾക്കുള്ള ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചോദ്യത്തിന് ഉത്തരമാണ് വേണ്ടതെന്നുള്ളത് ആലോചിച്ച് കിടന്നുറങ്ങുക. ഇന്നതിന് എനിക്ക് ഉത്തരം തരും യൂണിവേഴ്സ് എന്ന് പറയുക. യൂണിവേഴ്സ് ഉത്തരം തരുമോ നമുക്ക് നോക്കാം. നോർമലി ഒരാഴ്ചയ്ക്കുള്ളിൽ കിട്ടേണ്ടതാണെങ്കിൽ നമ്മുടെ സ്വപ്നത്തിലോ ഇതിലോ ആരെങ്കിലും വഴിയോ കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്.